ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 1 pot ദാൽ കറിയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് തൂർ ദാലും 1/4 കപ്പ് മൂങ് ദാലും, അതായത് സാമ്പാർ പരിപ്പും പിന്നെ നമ്മൾ പായസത്തിന് എടുക്കുന്ന കുഞ്ഞിപ്പരിപ്പും കേട്ടോ, അത് രണ്ടും കൂടിയാണ് എടുത്തത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു സവാള, 1 ടേബിൾ സ്പൂൺ അളവിൽ വേർത്ത ഗാർലിക്കും ജിഞ്ചറും, 3 പച്ചമുളകും, പിന്നെ ഒരു തക്കാളി. ഇനി പ്രഷർ കുക്കർ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഗീ പോലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകും വേഗം ക്യുമിൻ സീഡ്സൊക്കെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് സോട്ടേ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നമ്മളിത് പ്രഷർ കുക്കറിൽ ചെയ്യുകയാണ്, അതുകൊണ്ട് വേഗം വിസിലടിക്കുമ്പോൾ തന്നെ വേഗം ഒന്ന് എല്ലാം വെന്ത് കിട്ടുള്ളൂ. ഇനി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒണിയനും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒണിയൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. കാരണം ഈ പിങ്ക് കളർ മാറി ഒരു വൈറ്റ് കളർ ആകുന്നവരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബാക്ക് ടു റെസിപ്പി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൽ ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലേറ്റായിപ്പോയി, മറന്നുപോയി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത്രയും മതി കേട്ടോ. ആ ഷെയ്ഡൊക്കെ മാറി കിട്ടി, ഉള്ളിയുടെ വൈറ്റ് കളറായി ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ വേറെ 2 ദാൽ റെസിപ്പി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മുളക് പൊടി ഞാനിപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, മറന്നു പോയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ദാലിൻ്റെ മേലെ നിൽക്കണം വെള്ളം. ഓക്കെ, അപ്പോൾ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക, ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ചുകൂടി കുറവായിരുന്നു, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഒരു 2 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 വിസിലിന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിസിലൊക്കെ പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പൊക്കെ നല്ലോണം വന്ന് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ നല്ലോണം വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് തിള വരുന്നവരെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് കൊറിയാൻഡർ ലീഫ് നല്ലോണം ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 5-6 സ്ട്രിങ് കൊറിയാൻഡർ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ, തണ്ട്. നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അവസാനം നമുക്ക് കുറച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കറിക്ക്. അടിപൊളി ടേസ്റ്റാണ്. ബെസ്റ്റ് കോംബോ ആണ് ചപ്പാത്തീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നല്ല അടിപൊളി ലെൻറ്റിൽ സൂപ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, ബൈ, കുക്ക് വിത്ത് ലവ്.